എന്താ ഡോക്ടർ? ആ പേഷ്യന്റ് തങ്കം മുറിയിലില്ല. അവരിത് എവിടെ പോവാനാ? ആ ബൈസ്റ്റാൻഡേഴ്സോ? അവരെയും കാണുന്നില്ല. അതെങ്ങനെയാ? ടെസ്റ്റുകളൊന്നും പറഞ്ഞിട്ടില്ലേ? ഇല്ല. പിന്നെ ഈ വയ്യാത്ത അവസ്ഥയിൽ അവരിത് എങ്ങോട്ട് പോവാനാ? താൻ എത്രയും പെട്ടെന്ന് ആ റിസപ്ഷനിൽ ചെന്ന് വിവരം അറിയിക്കും. ശരി ഡോക്ടർ. തങ്കേച്ചി, എവിടെ പോയതാ നിങ്ങള്? അത് തങ്കത്തിന് കുറച്ച് നടക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളവിടെ റിസപ്ഷന്റെ ഭാഗം വരെ. താൻ ഡോക്ടറാണോ? ഈ പേഷ്യന്റ് നടക്കാവുന്ന കണ്ടീഷനായെന്ന് തന്നോട് ആരോട് പറഞ്ഞത്? അവർക്ക് കഴിഞ്ഞ ഓപ്പറേഷന്റെ ഗൗരവം എന്താന്ന് തനിക്കറിയോ? ഏതവസ്ഥയെന്ന് അവരെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നത് തനിക്കറിയോ? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തൊരു രോഗി, അവരെ കൊണ്ട് ഈ വിഡിതം മുഴുവൻ കാണിക്കാന്ന് പറഞ്ഞ അല്പമെങ്കിലും സാമാന്യ ബോധം വേണ്ടേ മിസ്റ്റർ? അവർക്ക് നല്ല ക്ഷീണമുണ്ട് ഡോക്ടർ. അതൊന്നും പറഞ്ഞ അവർക്ക് മനസ്സിലാവില്ലല്ലോ. സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലും കാണിച്ചു കൂട്ടുക, എന്നിട്ട് അബദ്ധം എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഹോസ്പിറ്റലിന്റെ ക്രെഡിബിലിറ്റിക്ക് ദോഷം വരുന്ന രീതിയിൽ മാധ്യമങ്ങളോട് വിളിച്ചു പറയുക. അതാണല്ലോ ഇപ്പോഴത്തെ സ്റ്റൈല്. ഡോക്ടർ, ഞങ്ങൾ നടക്കാൻ പോയതല്ല. എന്റെ മോളുടെ വിവാഹമായിരുന്നു. അത് കാണാൻ പോയതാ ഞാൻ. ചോദിച്ചാലും ഡോക്ടർ അനുവദിക്കില്ലെന്നറിയാം. പക്ഷേ ഡോക്ടർ തുന്നിപ്പിടിപ്പിച്ചു തന്ന ഈ ഹൃദയം ഉണ്ടല്ലോ, അതിനകത്തെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്റെ മോളുടെ കല്യാണം. ഞാനത് കണ്ടു ഡോക്ടർ. എനിക്ക് ഒരു തളർച്ചയില്ല. ഈ പാവങ്ങളെ കുറ്റം പറയണ്ട. സത്യമാണോ അവര് പറഞ്ഞത്? അതെ ഡോക്ടർ. അതെങ്ങനെ അമ്മ അറിയാതെ മകളുടെ വിവാഹം നടക്കുന്നത്? അത് പറയാൻ നിന്ന ഒരുപാടുണ്ട് ഡോക്ടർ.